1.5 മാസത്തെ ആശുപത്രി വാസത്തിന് ശേഷം ഇന്ന് വിനോദ് ഡിസ്ചാർജ് ആവുകയാണ്. നടക്കാനും സംസാരിക്കാനുമൊക്കെ ചെറിയ ബുദ്ധിമുട്ടുണ്ടെങ്കിലും തലയിലെ മുറിവൊക്കെ നന്നായി കരിഞ്ഞു. സർജറി ചെയ്ത കാലിന് ഇനി ഫിസിയോതെറാപ്പി വേണം. അത് വീട്ടിൽ നിന്ന് വന്നുപോയി ചെയ്യാവുന്നതേ ഉള്ളൂ. അന്ന് പള്ളിയിൽ വെച്ച് മാറി നിന്ന് കുഞ്ഞാപ്പുവിനെ കണ്ടതല്ലാതെ ഒരിക്കൽ പോലും അവനെ കാണണമെന്ന് അച്ഛനോടോ ഇടയ്ക്കിടെ വന്നുപോകുന്ന ആൽഫിയോടോ വിനോദ് ഒരിക്കൽ പോലും പറഞ്ഞതേയില്ല. അതിനുള്ള യോഗ്യത തനിക്കില്ല എന്ന് മറ്റാരെക്കാളും സ്വയം മനസ്സിലാക്കിയതുപോലെയായിരുന്നു അവൻ്റെ ഓരോ പ്രവൃത്തിയും. എന്നാൽ ആൽഫി വരുന്ന എല്ലാ ദിവസവും കുഞ്ഞാപ്പു കൂടെയുണ്ടാവും. അച്ചച്ചനെ സമാധാനിപ്പിച്ചും സന്തോഷിപ്പിച്ചും തിരികെ പോകുന്നവരെ അയാൾക്കൊപ്പം ഉണ്ടാവും അവൻ. ഇന്ന് നീ അപ്പായുടെ കൂടെ പോകുന്നുണ്ടോ കുഞ്ഞാപ്പു? രാവിലെ എഴുന്നേറ്റ് ഫ്രഷായി അടുക്കളയിൽ വന്ന് ഫ്ലാസ്കിൽ നിന്ന് ചായ ഒഴിച്ചെടുക്കുന്നവനോട് അല്ലി തിരക്കി. പോണം അമ്മ, ഇന്ന് ഡിസ്ചാർജ് അല്ലേ, പിന്നെ അച്ചച്ചനെ ഇനി ഉടനെ ഒന്നും കാണാൻ പറ്റില്ലല്ലോ. ചായ മുത്തിക്കൊണ്ട് അവൻ പറഞ്ഞു. നിനക്ക് അച്ചച്ചനെ കാണാൻ പോകണമെങ്കിൽ അങ്ങോട്ട് പോയി കാണാൻ കുഞ്ഞാപ്പു. ഒരുപാട് ദൂരമൊന്നുമില്ല. ഇവിടുന്ന് പോകാൻ കൂടിയാൽ 1 മണിക്കൂർ കാർ യാത്ര ഉണ്ടാവും. നമുക്ക് ഇടയ്ക്ക് പോയി കാണാം കേട്ടോ. അപ്പായുടെ കുഞ്ഞിനി അതോർത്ത് വിഷമിക്കണ്ട. അടുക്കള വാതിൽക്കൽ വന്നു നിന്ന് ആൽഫി പറഞ്ഞു. അതെന്തിനാ ഇനി അങ്ങോട്ട് പോയി കാണുന്നേ? അതൊന്നും വേണ്ട. അല്ലിക്ക് അതെന്തോ ഇഷ്ടമായില്ല. പറഞ്ഞിട്ട് അവൾ മുഖം കറുപ്പിച്ച് കുഞ്ഞാപ്പുവിനെ ആൽഫിയെ നോക്കി. എൻ്റെ അപ്പായി, ഈ അമ്മ നമ്മളെ നോക്കി പറപ്പിക്കും. ഞാൻ പോയി ഡ്രസ്സൊക്കെ മാറ്റട്ടെ. അല്ലിയുടെ കോർപ്പിച്ച നോട്ടം കണ്ടൊരു ചിരിയോടെ പറഞ്ഞിട്ട് ചായ കുടിച്ച കപ്പ് കഴുകി വെച്ചുകൊണ്ട് അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് ചാടി കുഞ്ഞാപ്പു. ഡി ഇച്ചയുടെ ഇമക്കൊച്ചേ, എന്തിനാ ഇങ്ങനെ നോക്കി മുഴിപ്പിക്കുന്നേ? തന്നെ തുറച്ചു നോക്കി നിൽക്കുന്ന അല്ലിയെ വലിച്ച് നെഞ്ചിലേക്ക് ഇട്ടുകൊണ്ട് അവൻ തിരക്കി. എന്തിനാ ഇച്ചേ, എന്തിനാ ഇനിയും അങ്ങോട്ട് പോകുന്നേ? എനിക്കത് ഇഷ്ടമല്ല എന്ന് അറിയുന്നതല്ലേ? നിറഞ്ഞ കണ്ണുകളോടെ അവൾ ചോദിച്ചു. അയ്യേ, എന്തുവാടി ഇത്? കണ്ണൊക്കെ നിറച്ച്. വിനോദിനെ നമ്മൾ ഓർക്കുകയോ വേണ്ട. പക്ഷെ അങ്കിൾ, അവനാ മനുഷ്യൻ്റെ ഒരേ ഒരു പേരക്കുട്ടിയല്ലേ ഇമ്മ. രണ്ടാൾക്കും പരസ്പരം എന്ത് സ്നേഹമാണെന്നറിയോ? ആ സ്നേഹം നമ്മളായിട്ട് അവന് നഷ്ടപ്പെടുത്താൻ പാടില്ല. അവളുടെ കണ്ണുനീര് ചുണ്ടുകൊണ്ട് ഒപ്പിയെടുത്തുകൊണ്ട് ആൽഫി പറഞ്ഞു. ആ സ്നേഹക്കൂടുതൽ കൊണ്ട് അവൻ അവർക്കൊപ്പം നിൽക്കണമെന്ന് പറഞ്ഞാലോ ഇച്ചേ? എനിക്കത് ആലോചിക്കാൻ പോലും വയ്യ. വിങ്ങിക്കൊണ്ട് അവൻ്റെ നെഞ്ചിൽ മുഖം ഒളിപ്പിച്ചു അവൾ. അയ്യേ, നീ എൻ്റെ കുഞ്ഞിനെക്കുറിച്ച് ഇത് എന്തൊക്കെ ചിന്തിച്ചു കൂട്ടി വെച്ചിരിക്കുവോ ഇമ്മ? അവൻ നമ്മളെ വിട്ട് നിൽക്കുമെന്ന് നിനക്ക് എങ്ങനെ ചിന്തിക്കാൻ തോന്നി ഇമ്മ? ഒരിക്കലും അവൻ നമ്മളെ വിട്ട് പോവില്ലടി, എനിക്ക് ഉറപ്പാണ്. നീ ഇങ്ങനെ ചിന്തിച്ചു എന്നറിഞ്ഞാൽ പോലും അവൻ സഹിക്കില്ല. അവളെ നെഞ്ചോട് ചേർത്ത് തലോടിക്കൊണ്ട് ആൽഫി പറഞ്ഞു. എനിക്ക് പേടിയാണ് ഇച്ചേ. അവനെന്ന് എപ്പോഴും നമുക്കൊപ്പം വേണം. ഇല്ലെങ്കിൽ തകർന്നു പോകുന്നത് നമ്മൾ മാത്രമല്ല, ആൻറ്റിയും കുഞ്ഞന്മാരും കൂടെയാവും. അവനിലാണ് ഇവിടെയുള്ള ഓരോരുത്തരുടെയും ജീവനും ജീവിതവും ഒക്കെ. അവനറിയാമടി, നമ്മുടെ വീടിൻ്റെ താളം തന്നെ അവനാണെന്ന്. അവൻ്റെ നെഞ്ചിൽ മുഖം പൊഴുത്തി നിന്ന് അല്ലിയും അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് ആൽഫിയും പറയുമ്പോൾ വാതിലിന് മറവിൽ നിന്ന് കുഞ്ഞാപ്പു കണ്ണു തുടച്ചത് സന്തോഷം കൊണ്ട് മാത്രമായിരുന്നു. മോൻ ഇന്ന് വരില്ലെന്നാണ് അപ്പച്ചൻ കരുതിയത്. ആൽഫിക്കൊപ്പം അവനിട്ടിരിക്കുന്ന നിറത്തിലെ ഷർട്ടും ജീൻസും ഒക്കെ ഇട്ട് കയറി വരുന്ന കൊച്ചുമകനെ കണ്ട് പ്രഭാകരൻ പറഞ്ഞു. എനിക്കിന്ന് അച്ചച്ചൻ്റെ മോനെ ഒന്ന് കാണണം. ചെറുചിരിയോടെ കുഞ്ഞാപ്പു അയാളെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. പ്രഭാകരൻ ഒരു ഞെട്ടലോടെ മുഖമുയർത്തി അവനെ ഒന്ന് നോക്കി. പിന്നെ തിരിഞ്ഞ് ആൽഫിയെയും. എനിക്കൊന്നും അറിയില്ല എന്ന പോലെ ആൽഫി അയാളെ നോക്കി കൈമലർത്തി കാണിച്ചു. ഇതെന്താ നിങ്ങൾ രണ്ടും കൂടി ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? അച്ചച്ചനെ അപ്പായെയും മാറി മാറി നോക്കി കുഞ്ഞാപ്പു ചോദിച്ചു. ഒന്നുമില്ല കുഞ്ഞ, അവൻ നിന്നെ കാണണമെന്ന് ആവശ്യപ്പെടാതെ എൻ്റെ മക്കള് അവൻ്റെ മുന്നിൽ പോയി നിൽക്കണ്ട. അവനെ പുണർന്ന് നെറുകയിൽ മുത്തമിട്ടുകൊണ്ട് ആ വൃദ്ധൻ പറഞ്ഞു. എന്നെ കാണണമെന്ന് പറയാനുള്ള ധൈര്യമൊന്നും പുള്ളിക്കാരനില്ലെന്നേ. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ഇടിച്ചു കയറി ചെന്ന് കാണും. എനിക്ക് പറയാനുള്ളത് പറയും. കുഞ്ഞാപ്പു ചിരിയൊട്ടും മായാതെ തന്നെ അവർക്ക് മുന്നിൽ കൈകെട്ടി നിന്നു. എന്താ കുഞ്ഞ് നീ അവനോട് പറയാൻ പോകുന്നത്? അവൻ്റെ ചിരിയും നിൽപ്പുമൊക്കെ ആൽഫിയെപ്പോലെ തോന്നിച്ചതിൻ്റെ ഒരാന്തലോടെ പ്രഭാകരൻ തിരക്കി. എൻ്റെ അച്ചച്ചൻ്റെ ഏറ്റവും വലിയ സ്വപ്നം എന്താണ്? അച്ചച്ചൻ്റെ മോൻ ഹാപ്പിയായിട്ട് ജീവിക്കണമെന്നല്ലേ? കുഞ്ഞാപ്പു ഇരുവരുടെയും കൈകളിൽ കൈകോർത്ത് പിടിച്ച് റൂമിന് നേർക്ക് നടക്കുമ്പോൾ ചോദിച്ചു. സന്തോഷമായിട്ട് ജീവിക്കണം, പക്ഷെ അതിലും മേലെ അവനൊരു നല്ല മനുഷ്യൻ കൂടെ ആവണം. അതിനെല്ലാം മേലെയാണ് നിന്നെ വല്ലപ്പോഴുമെങ്കിലും ഇങ്ങനെ അടുത്ത് കാണണമെന്ന ആഗ്രഹം. അവനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് റൂമിന് പുറത്ത് കിടന്ന ബെഞ്ചിലേക്ക് ഇരുന്ന് അയാൾ പറഞ്ഞു. എങ്കിലേ ചിലപ്പോൾ ഞാൻ സംസാരിച്ചു കഴിഞ്ഞാൽ മോനിനി അങ്ങനെയൊക്കെ ആയേക്കും. അതൊക്കെ കണ്ട് അച്ചച്ചൻ്റെ ആഗ്രഹം പോലെ മോനും ആ ഡാലി ആൻറ്റിക്കൊപ്പം സന്തോഷത്തോടെ കഴിയാനുള്ള വകുപ്പ് ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ഒന്ന് ശ്രമിച്ചു നോക്കാനാണ് ഞാൻ ഇന്ന് ഇങ്ങോട്ട് വന്നത്. പിന്നെ എന്നെ കാണാൻ എൻ്റെ അച്ചച്ചൻ ആഗ്രഹിക്കുന്ന നിമിഷം ഞാൻ മുന്നിലുണ്ടാവും, ഇല്ലേ അപ്പായിയെ? അയാൾക്ക് അരികിലിരുന്ന് കുഞ്ഞാപ്പു പറയുന്നത് കേട്ട് അവൻ്റെ തലയിൽ ചിരിയോടെ ഒന്ന് തലോടിയിട്ട് ആൽഫി എഴുന്നേറ്റ് വിനോദ് കിടക്കുന്ന റൂമിലേക്ക് കയറി. ബില്ലൊക്കെ അടച്ചോ അച്ചച്ച? കഴിഞ്ഞെങ്കിൽ ഉടനെ പോവാനാവുമല്ലോ. അതിനു മുമ്പ് എനിക്ക് പുള്ളിക്കാരനെ ഒന്ന് കാണാനാണ്.
ആൽഫി മുറിയിലേക്ക് കയറിപ്പോകുന്നത് നോക്കി തിരിഞ്ഞ കുഞ്ഞാപ്പു അയാളോട് പറഞ്ഞു. ഉവ്വ്, ഇനി മെഡിസിൻ കൂടെ കിട്ടിയാൽ പോകാം. അതിനു മുമ്പ് മോനൊന്ന് കയറിക്കാണ്. നിനക്ക് കാണണമെന്നുണ്ടെങ്കിൽ മാത്രം മതി. അവന്റെ വാക്കിലും നോക്കിലും പ്രവൃത്തിയിൽ നിറഞ്ഞു നിൽക്കുന്ന പക്വതയും മുതിർന്നവരോടുള്ള ബഹുമാനവും ഒക്കെ കണ്ട് ബഹുമാനത്തോടെ അവനെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് പ്രഭാകരൻ പറഞ്ഞു. കുഞ്ഞാപ്പു ചെന്ന് അച്ഛനെ കണ്ടിട്ട് വാ. അപ്പായി പറഞ്ഞിട്ടില്ല നീ വന്നിട്ടുണ്ടെന്നോ നിനക്ക് കാണാൻ ആഗ്രഹമുണ്ടെന്നോ ഒന്നും. വിനോദിനെ കണ്ട് പുറത്തേക്ക് ഇറങ്ങി വന്ന ആൽഫി കുഞ്ഞാപ്പുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. അവനതിന് നേർമേലൊന്ന് മൂളി. പിന്നെ വിനോദ് കിടക്കുന്ന റൂമിന്റെ വാതിൽക്കലേക്ക് നീങ്ങി ഒരു നിമിഷം നിന്നു. പിന്നീട് ദീർഘനിശ്വാസത്തോടെ ശബ്ദമുണ്ടാക്കാതെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി. തലയിൽ മുടിയില്ലാതെ കാലിൽ പ്ലാസ്റ്ററൊക്കെ ഇട്ട് ആകെ ക്ഷീണിച്ച് ബെഡിൽ നീണ്ടു നിവർന്ന് കണ്ണുകൾ അടച്ചു കിടക്കുന്നവനെ കാണി കുഞ്ഞാപ്പുവിന് വല്ലാതെ തോന്നി. അവൻ വാതിൽ ചേർത്ത് അടച്ച ശബ്ദം കേട്ട് വിനോദ് കണ്ണുകൾ തുറന്നു. മുന്നിൽ നിൽക്കുന്നവനെ കാണി ആദ്യം കണ്ണൊന്ന് വിടർന്നു, പിന്നെ മെല്ലെ കലങ്ങി ചുവന്നു. മോനെ കുഞ്ഞാപ്പു, വിനോദ് വേദനയോടെ നിറമൊഴിയോടെ വിളിച്ചു. ഇപ്പോ എങ്ങനെയുണ്ട്? വേദനയ്ക്ക് കുറവായില്ലേ അച്ഛാ? യാതൊരു അപരിചിതത്വവും ഇല്ലാതെ അവൻ ചോദിച്ചു. കുറവുണ്ട്, ഇപ്പോ വലിയ വേദനയൊന്നുമില്ല അച്ഛ എന്ന അവന്റെ വിളി കേൾക്കെ വേദനയോടെ വിറയ്ക്കുന്ന ശബ്ദത്തിൽ അയാൾ പറഞ്ഞു. ചെറുചിരിയോടെ മൂളിക്കൊണ്ട് അവൻ വിനോദിന്റെ ബെഡിനരികിൽ കസേര വലിച്ചിട്ട് ഇരുന്നു. വെറുപ്പ് തോന്നുന്നില്ലേ കുഞ്ഞ് ഈ പാപിയോട് നിനക്ക്? കണ്ണിൽ നിന്ന് കണ്ണുനീര് ഒഴുകിയിറങ്ങുമ്പോൾ അത് തുടയ്ക്കാൻ പോലും ആവാതെ കിടന്ന് വിനോദ് തിരക്കി. എനിക്കെന്തിനാ അച്ഛനോട് വെറുപ്പ് തോന്നുന്നേ? വിനോദിന്റെ കണ്ണുനീര് തുടച്ചു കൊടുത്തിട്ട് അവൻ തിരിച്ചു ചോദിച്ചു. നിന്റെ അമ്മയെ വേദനിപ്പിച്ചതിന്, എൻ്റെ കുഞ്ഞിന്റെ മുഖമൊന്ന് കാണും മുമ്പ് തള്ളിപ്പറഞ്ഞതിന്. കണ്ണുകൾ മുറുക്കി അടച്ചുകൊണ്ട് വിനോദ് പറഞ്ഞു. അപ്പോഴും അവന്റെ കടക്കണ്ണിലൂടെ കണ്ണുനീര് ഒഴുകുന്നുണ്ടായിരുന്നു. അന്ന് അച്ഛൻ അങ്ങനെ ചെയ്തതുകൊണ്ടല്ലേ എനിക്കും അമ്മയ്ക്കും അപ്പായി കിട്ടിയത്. എൻ്റെ അപ്പായിക്കല്ലാതെ ഞങ്ങളെ ഇതുപോലെ സ്നേഹിക്കാൻ മറ്റാർക്കും കഴിയില്ല. ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിച്ചുവെങ്കിൽ ചിലപ്പോൾ അച്ഛൻ പറഞ്ഞതുപോലെ ഞാൻ വെറുത്തുപോയേനെ. പക്ഷെ എൻ്റെ അപ്പായിയുടെ രാജകുമാരൻ ആണ് ഞാൻ. വിനോദിന്റെ കയ്യിൽ തലോടിക്കൊണ്ട് നോക്കിലും വാക്കിലും ആൽഫിയോടുള്ള നിറഞ്ഞ സ്നേഹത്തിൽ ആത്മവിശ്വാസത്തോടെ കുഞ്ഞാപ്പു പറഞ്ഞു. അവന്റെ ചെറുചിരിയോടെയുള്ള നോട്ടം, കണ്ണിൽ തെളിഞ്ഞു കാണുന്ന കരുണ, സ്നേഹം നിറഞ്ഞ സ്പർശനം അതൊക്കെ ആൽഫിയെ ഓർമ്മിപ്പിച്ചു. വിനോദ് ആ മുഖത്തേക്ക് കണ്ണെടുക്കാതെ നോക്കിക്കിടന്നു. അച്ഛനെ ഓർത്ത് അച്ഛൻ ഒരുപാട് വേദനിക്കുന്നുണ്ട്. ഇപ്പോൾ ഇത്രയും ദിവസം ഇവിടെ ഈ ഹോസ്പിറ്റലിൽ എന്തൊരു മനസ്സ് വേദനിച്ചാണ് അച്ഛൻ നിന്നത് എന്ന് എനിക്കറിയാം. ഞാൻ കാണുന്നതല്ലേ. ബെഡിൽ കൈകൊത്തി അവന് അരികിലേക്ക് ചാഞ്ഞിരുന്നാണ് കുഞ്ഞാപ്പു പറഞ്ഞത്. അച്ഛനെ അറിയാം മോനെ അതൊക്കെ. പക്ഷെ അതിൽ നിന്ന് എങ്ങനെ കരകയറണമെന്ന് മാത്രമേ അറിയാത്തേ ഉള്ളൂ. വയസ്സായ അച്ഛനെ സന്തോഷം കൊടുത്തു കൊണ്ട് നടക്കണമെന്ന് ആഗ്രഹം എനിക്കുമുണ്ട്. പക്ഷെ ഒന്നിനും കഴിയാത്ത ഒരു പാഴ്ജന്മമായിപ്പോയി എൻ്റേത്. അച്ഛനെ കൊണ്ട് അതൊക്കെ കഴിയും. അവിടെ ആൻറ്റിയെ നോക്കാൻ ഒരാളെ ഇപ്പം നിർത്തിയില്ലേ? അതുപോലെ അച്ഛനെ നോക്കാനും തൽക്കാലം ഒരാളെ നിർത്താമെന്ന് അപ്പായി പറഞ്ഞിട്ടുണ്ട്. ആരോഗ്യം നേരെയാവാൻ കുറച്ച് മാസങ്ങൾ വേണ്ടി വരുമെന്ന്. അതൊക്കെ കഴിഞ്ഞാൽ അച്ഛനും ആൻറ്റിയും ഹാപ്പിയായിട്ട് ജീവിക്കണം. ഞങ്ങളോട് പാപം ചെയ്തു അല്ലെങ്കിൽ തെറ്റ് ചെയ്തു എന്നോർത്ത് സങ്കടമൊന്നും വേണ്ട കേട്ടോ. നിങ്ങളെ മൂന്നാളെയും കാണാൻ ഞാനും അപ്പായും കൂടെ ഇടയ്ക്ക് വന്നോളാം. വിനോദിന്റെ തലയിലൊക്കെ തലോടി പറഞ്ഞുകൊണ്ടിരുന്നു കുഞ്ഞാപ്പു. അവന്റെ സ്പർശനം ഇഷ്ടമായതുപോലെ, അവനെക്കൊണ്ട് കൊതി തീരാത്തതുപോലെ, കണ്ണൊന്ന് ചിമ്മിയാൽ അവനൊരു സ്വപ്നം പോലെ മാഞ്ഞു പോയെങ്കിലോ എന്ന് ഭയന്ന് വിനോദ് കണ്ണ് ചിമ്മാതെ കുഞ്ഞാപ്പുവിനെ നോക്കിക്കിടന്നു. കുഞ്ഞാപ്പു ഹോസ്പിറ്റലിൽ നിന്ന് എത്തിയില്ലേ ഇമ്മ? ഇടയ്ക്ക് ഞാൻ വിളിച്ചപ്പോൾ നേരത്തെ എത്തിക്കൊള്ളാമെന്ന് പറഞ്ഞതാണല്ലോ. കാറിൽ നിന്ന് ഇറങ്ങുമ്പോഴേ സിറ്റൗട്ടിൽ നിൽക്കുന്നവളോട് ആൽഫി പറഞ്ഞുകൊണ്ട് തന്നെ അവൾക്കരികിലേക്ക് വന്നു. അവൻ എപ്പോഴും എത്തി. അപ്പായി എന്താ വൈകുന്നേ എന്ന് ചോദിച്ചുകൊണ്ട് ആൻറ്റിയുടെ അടുത്തേക്ക് പോയിട്ടുണ്ട്. അല്ലയൊരു ചിരിയോടെ പറഞ്ഞിട്ട് അവന്റെ കയ്യിൽ നിന്ന് ബാഗ് വാങ്ങി അകത്തേക്ക് നടന്നു. പിന്നാലെ ഷർട്ടിന്റെ ബട്ടൺ ഇളക്കിക്കൊണ്ട് ആൽഫിയും. ഇന്ന് വിനോദും ഡാലിയും ചേർന്ന് ദത്തെടുത്ത കുഞ്ഞിപ്പെണ്ണിന്റെ 10ാം പിറന്നാളാണ്. ഈ കഴിഞ്ഞ 12 വർഷങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിൽ മാറ്റങ്ങൾ ഒരുപാട് കൊണ്ടുവന്നിരുന്നു. കുഞ്ഞാപ്പു അവന്റെ അപ്പായി പോലെ ഇന്നൊരു ഡോക്ടറാണ്. കുഞ്ഞന്മാർ രണ്ടും MBA കഴിഞ്ഞു. ഇപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും കുഞ്ഞാപ്പും കുഞ്ഞന്മാരും അനിയത്തിക്കുട്ടിയെ കാണാൻ പോകും. വളർച്ചയുടെ ഏതോ ഘട്ടത്തിൽ കുഞ്ഞന്മാർക്കും കുഞ്ഞിക്കുമൊക്കെ മനസ്സിലായിരുന്നു കുഞ്ഞാപ്പുവിന്റെ ജന്മരഹസ്യം. അതുപോലെ കുഞ്ഞി ദത്തുപുത്രിയാണ് എന്ന് അവൾക്കും അറിയാം. അതോടെ അവർ 4 പേരും പരസ്പരം കൂടുതൽ സ്നേഹിക്കാൻ തുടങ്ങി. അവർക്ക് കാര്യങ്ങൾ അറിയാമെന്ന് മുതിർന്നവരും മനസ്സിലാക്കിയിരുന്നു. അപ്പായി എന്തേ ഇന്ന് വൈകിയത്? എമർജൻസി എന്തേലും വന്നോ അപ്പായി? ബ്ലാക്ക് ജീൻസും ക്രീം നിറത്തിലെ ഷർട്ടും ഇട്ട് മസിലൊക്കെ പെരുപ്പിച്ചു വെച്ചൊരു സുന്ദരനായ ഒത്തൊരു പുരുഷനായ കുഞ്ഞാപ്പു എന്ന ആദം തിരക്കി. ഉവ്വട ചെക്ക, ആ സാറയുടെ അപ്പൻ ആന്റണിക്ക് ഒരു നെഞ്ചുവേദന. അങ്ങോട്ടാണ് കൊണ്ടുവന്നത്. പിന്നെ എങ്ങനെ ഇട്ടിട്ട് പോരും? കൂടെ ആ പെങ്കൊച്ചു മാത്രമേ ഉള്ളൂ താനും.
ഷർട്ട് അഴിച്ചെടുത്തുകൊണ്ടാണ് ആൽഫി പറയുന്നത്. അല്ലിയാണെങ്കിൽ കുഞ്ഞാപ്പുവിന്റെ മുഖത്തെ ഭാവങ്ങൾ ഒപ്പിയെടുക്കുന്ന തിരക്കിലും. എന്തിനാ അയാൾക്ക് കൂട്ടിന് വേറെയാള്? ആ കുതിര മതിയല്ലോ. ചെറിയൊരു ദേഷ്യത്തോടെ മുഖം വെട്ടിച്ചുകൊണ്ട് കുഞ്ഞാപ്പു പറഞ്ഞു. ഡാഡാ, ആ കൊച്ചു നിന്റെ പിന്നാലെ ഇഷ്ടം പറഞ്ഞു വന്നു. നിനക്ക് ഇഷ്ടമില്ലാന്ന് പറഞ്ഞ അതവിടെ കഴിഞ്ഞു. നീ ഇനി അതിനെ അതും ഇതുമെന്നും പറയരുത്. കുഞ്ഞാപ്പുവിനെ തറപ്പിച്ചൊന്ന് നോക്കിയിട്ട് ആൽഫി ചിരിയടക്കി പറഞ്ഞു. ഓ, അപ്പായ്ക്കും അമ്മയ്ക്കും അവളെ കഴിഞ്ഞ് ആരുമുള്ളെന്ന് ഞാനങ്ങ് മറന്നുപോയി. ചെക്കൻ കുറുമ്പോടെ മുഖമൊന്ന് കൂട്ടി. അയ്യേ നോക്കിക്കേ ഇമ്മ, ഇവന്റെ മുഖത്തെ ഭാവം ഇപ്പോൾ കണ്ടാൽ ഒരു ഡോക്ടറാണെന്ന് തോന്നുകൂടി. എന്റെ കുഞ്ഞ് ഇപ്പോഴും ആ കുഞ്ഞു ചെക്കനാണ്. ഇമയ്ക്കൊപ്പം കുഞ്ഞാപ്പുവിനെ കൂടെ ചുറ്റിപ്പിടിച്ചു ആൽഫി. നമുക്ക് ആ ബന്ധം വേണ്ട അപ്പായി, എനിക്കൊരു പാവം പിടിച്ച പെങ്കൊച്ചു മതിയെന്നേ. ആൽഫിയുടെ കവളിൽ മുത്തി കുഞ്ഞാപ്പു പറഞ്ഞു. ഏത്? നമ്മുടെ ഹോസ്പിറ്റലിലെ റിസപ്ഷനിസ്റ്റായ അഞ്ജനയെപ്പോലെ പാവം പിടിച്ച കൊച്ചിന് മതിയാവോ ഡോക്ടർ ആദം ആൽഫ്രഡ് അലക്സിന്? താൻ ആരോടും പറയാതെ മനസ്സിൽ കൊണ്ടു നടന്ന ഇഷ്ടം ആ അപ്പായി എങ്ങനെ അറിഞ്ഞു എന്ന പോലെ അന്തം വിട്ട് കണ്ണും മേച്ചു നോക്കിയ കുഞ്ഞാപ്പുവിനെ പുരികം ഉയർത്തിയും താഴ്ത്തിയും കാണിച്ചുകൊണ്ട് തിരികെ ആൽഫി. അല്ലിയാണെങ്കിൽ അവന്റെ ചമ്മിയ ആ നിൽപ്പ് കണ്ട് പൊട്ടിച്ചിരിച്ചുപോയി.